ഹായ്. എന്നും നമ്മൾ റൂമിന്റെ അകത്തിരുന്നല്ലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കരുതി ഇന്നൊന്ന് പുറത്തിറങ്ങിയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന്. എന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരേ സ്ഥലം തന്നെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പൊ ഞാൻ കരുതി രാവിലെ എഴുന്നേറ്റില്ല. ഇപ്പൊ തന്നെ സമയം ഒരു 9:45 10 മണി ആവാറായിട്ടുണ്ട്. ഇവിടെ താഴെ എത്തിയപ്പോഴേക്കും ഞാൻ കാരണം ഉറങ്ങി ഒന്ന് എഴുന്നേറ്റപ്പോ ലേറ്റ് ആയിട്ടുണ്ട്. രാവിലെ കഴിച്ചതൊന്നുമില്ല. ഇനി ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് മുകളിൽ ചെന്ന് വല്ലതും കഴിക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചുമ്മാ പറഞ്ഞ് സമയം കളയണ്ടല്ലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് കാശ്മീർ. നല്ല സൗണ്ടാ. അപ്പൊ നമുക്ക് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാം. ബീങ് അലോൺ ഇൻ ബത്താം ഇന്തോനേഷ്യ ഡേ 4. ഈ സമയത്ത് വന്നതായതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ ആൾക്കാരൊന്നുമില്ല സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത്. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ പറ്റുമല്ലോ. കുറച്ച് ദിവസമായി താഴോട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങിയിട്ട് ഇന്നായപ്പം അതിനൊരു അവസരം കിട്ടി. വെറുതെ ഇരിക്കുകയല്ലേ. പക്ഷെ നല്ല വെയിലാണ്. എന്ത് ചെയ്യാനാ, വെയിലില്ലാത്ത സ്ഥലത്തൂടി നമുക്ക് നടക്കാം. ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റും പൂൾ സൈഡ് വ്യൂ ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ടാമത്തെ പൂൾ സൈഡ് ഉണ്ടല്ലോ, അവിടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് മാത്രമല്ല അവിടെ ആണെങ്കിൽ ബൊഗൈൻവില്ല നല്ല രീതിയിൽ പൂത്ത് നിൽക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ അപ്പുറത്തെ സൈഡിലെ പണി നടക്കുന്ന ഏരിയയിലാണ്. അവിടുത്തെ ഫ്രണ്ടിലത്തെ പണിയൊക്കെ ഇത്രേ ആയിട്ടുണ്ട് ഏകദേശം. കണ്ടോ? This is the time of your life. Remember, you don't get it twice. The time of your life. Remember, you don't get it twice. The time of your life. ഒരുപാട് നേരം ആ വെയിലത്ത് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ മുളയുടെ കീഴില് ഒരു തണലുണ്ട്, അപ്പൊ ഇങ്ങോട്ട് നിൽക്കാന്ന് കരുതി. അപ്പുറത്തെ പൂൾ സൈഡ് ആണെങ്കിലും ഭയങ്കര വെയിലായിരിക്കും, അവിടെ ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് എന്തായാലും ഞാൻ പോകുന്നില്ല. ഇവിടാണ് കുറച്ചെങ്കിലും എനിക്കൊരു രസം തോന്നുന്നത് കാണാനൊക്കെ. പക്ഷെ വെയിലില്ലായിരുന്ന കുറച്ചു നേരം വേണേ ആ സൈഡിൽ എനിക്കൊന്ന് വെയിലില്ലെന്ന് തോന്നുന്നു, അവിടെ വേണേ കുറച്ചേരം ഇരുന്നിട്ട് വരാം. ഇത് കണ്ട ഒരു തണല്, ആ ഭാഗത്ത് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചുമ്മാ ഒന്ന് ഇരിക്കാം. ഇവിടെ കുറച്ച് തണലുണ്ട്, അപ്പൊ ഇവിടെ ഇരിക്കാം കുറച്ചു നേരം വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരിക്കാം. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്, നല്ലൊരു സുഖം. രാവിലെ ഇങ്ങനെ വെള്ളത്തില് കാലിട്ട് ഇങ്ങനെ ഇരിക്കുക സ്വിമ്മിംഗ് പൂളിൽ. ഞാൻ ഇറങ്ങുന്നൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഒന്ന് നിന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് പോകാന്ന് കരുതി. നല്ലൊരു രസം. ആരുമില്ല, അതാണ് നമുക്കൊരു പ്രൈവസി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിവിടെ ഇരുന്നിട്ട്. പക്ഷെ ആകെയുള്ള ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പണി നടക്കുന്നതുകൊണ്ട് അതിന്റെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇവിടെ റിലാക്സ് ചെയ്യട്ടെ. എനിക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു വെള്ളത്തിന്റെ ശബ്ദം. അറിയില്ല, പക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു മെഡിറ്റേഷൻ കിട്ടുന്ന ഒരു ഫീല്. ആക്ച്വലി രാവിലെ ഇവിടെ വന്ന് യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ നല്ല സൂപ്പറാണ് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ അവസരം ഉള്ളപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ വെള്ളത്തിൽ വെച്ച് നനച്ച കാലിങ്ങി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് റൂമിലോട്ട് പോകാൻ. ടോട്ടലി വെയിലത്ത് ഇറങ്ങി നിൽക്കാനും പറ്റത്തില്ല, കാരണം അതുമാതിരി വെയില ഇവിടെ. വലിയ വെയിൽ വേണമെന്നില്ല, ഇവിടെ നല്ല കാറ്റുണ്ട്. ആ കാറ്റത്തൂടി നടക്കുമ്പോൾ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ചെടി കൊണ്ട് തന്നെ അങ്ങ് ഉണങ്ങിക്കോളും. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ വളരെ സ്വസ്ഥതമായ ഏകാന്തമായ ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നേരെ റൂമിലോട്ട് പോവാം. ഇതൊരു ഓഫീസാണ് അവരുടെ. ഇതിന്റെ ഇപ്പുറത്തൊരു കോഫി ഷോപ്പ്. പിന്നെ ഇതാണ് നമ്മുടെ ജിമ്മ്. ഞാൻ കുറച്ചു നേരം കോഫി ഷോപ്പിന്റെ എല്ലാ ഫ്രണ്ടിലോട്ട് കുറെ ചെയർസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നിരിക്കാന്ന് കരുതി കുറച്ചു നേരം
ഇടയ്ക്ക് ഈ കോഫി ഷോപ്പ് ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും ഓപ്പൺ ചെയ്തിട്ടേക്കുക. ഞാൻ ഒരിക്കൽ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുള്ളൂ. എപ്പോഴും വിചാരിക്കും, പക്ഷെ അങ്ങോട്ടൊന്നും സ്റ്റാർട്ട് ആവുന്നില്ല. കുറച്ചു നേരം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നിന്നു. ഇനി ഞാൻ റൂമിലോട്ട് പോവുക. കുറച്ചു നേരം ആ ഒരു റിലാക്സേഷൻ മാറാൻ, രാവിലത്തെ ആ ഒരു മൂഡി ടൈപ്പ് മാറാൻ വേണ്ടി മൊത്തം വേർഡ്സ് തെറ്റുക. പറയാൻ വരുന്നതൊന്ന് വായിന്ന് വരുന്ന വേറൊരു വേർഡ് എന്താണെന്തോ ഇപ്പം. അപ്പൊ ആ ഒരു മൂഡി ടൈപ്പ് മാറാൻ വേണ്ടിയാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കാൻ കരുതിയത്. ഇനി നമുക്ക് റൂമിലോട്ട് പോവാം. ഒരു സുഖമില്ല. ആകെ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിന്നില്ല, അത് മാത്രമായിരുന്നു നല്ല രസം. പിന്നെ അകത്തോട്ട് കയറി വന്നപ്പോഴേക്കും ഒരു എന്തോ ജസ്റ്റ് നമ്മൾ റൂമിൽ ഇരിക്കുന്ന പോലെ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ എനിക്ക് ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തായിരുന്നതും നിന്നതൊക്കെ നല്ല രസമായിരുന്നു. റിഫ്രഷ്മെന്റ് ആയിരുന്നു. നമുക്ക് രാവിലെ ചെന്ന് നിൽക്കാനൊക്കെ ഇഷ്ടപ്പെട്ടത്. അതൊക്കെ പോട്ടെ, ഇനി രാവിലെ നമുക്ക് വല്ലതും കഴിക്കണ്ടേ? ഞാൻ വേറൊന്നുമില്ല, ലാസ്റ്റ് ഇരിക്കുന്ന കുറച്ച് ഓട്സ് ഇരിപ്പുണ്ട്, നമുക്ക് അതും കൂടി ഇന്ന് കഴിക്കാം. അതിനുശേഷം നമുക്ക് ഇന്ന് പറ്റുമെന്ന് അറിഞ്ഞൂടാ, നാളെയോ മറ്റന്നാളോ ആയിട്ട് നമുക്കിവിടെ അടുത്തുള്ള ടോപ്പ് 100 പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ ആവും എന്നറിയില്ല. നമുക്ക് എന്തായാലും അങ്ങനെ വിചാരിച്ചപ്പോൾ മുന്നോട്ട് പോവാം. ഇപ്പം നമുക്ക് കഴിക്കാം. അതിനുശേഷം ഞാൻ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി. അപ്പോഴേക്കും എനിക്ക് കാർത്തൂൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, എന്തോ പരിപാടി, നമുക്ക് ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തിറങ്ങിയാലോ എന്ന് ചോദിച്ച്. അപ്പം ഞാനും കരുതി എന്നാൽ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ പുറത്തോട്ട് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ ചെന്ന് റെഡിയായി. ഞാൻ മാത്രമല്ലായിരുന്നു, ഞാനും കാർത്തും സൗമ്യേച്ചി കൂടിയായിരുന്നു പുറത്തോട്ട് പോകാൻ വേണ്ടി ഇരുന്നത്. അതിന് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ എത്താറാകുമ്പോഴേക്കും എനിക്ക് കോൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം കോൾ ചെയ്യുമ്പോഴേക്കും ഞാൻ താഴോട്ട് ഇറങ്ങി പോവും. ഈ വീഡിയോയുടെ കാര്യമൊന്നും ഉറപ്പില്ല, ഞാൻ ചിലപ്പോഴേ വീഡിയോ എടുക്കും. എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്നും തോന്നുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് നടക്കാൻ തോന്നുന്നുണ്ട്. ഇനി ചിലപ്പം മാറി ഇനി വീഡിയോ എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും വലിയ പ്രതീക്ഷയൊന്നും ഞാൻ വെക്കുന്നില്ല, നിങ്ങളും വെക്കണ്ട. അപ്പം ഞാൻ പോയേച്ചും വരാം. അങ്ങനെ ഞാൻ പുറത്തു പോയിട്ട് തിരിച്ചിപ്പം വന്ന് കയറിയതേ ഉള്ളൂ. വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ കരുതിയൊരു വീഡിയോ എടുക്കാമെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അവിടെ ചെന്ന് പോകുന്നത് എടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോസ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഒരു റിലാക്സിങ് മൂഡിൽ അങ്ങ് പോയി. വീഡിയോ അങ്ങനെ ഒന്നും തോന്നിയത് പോലുമില്ല ആക്ച്വലി ഞാൻ അവരുടെ കൂടെ പോയപ്പം. എനിക്ക് നല്ല രസമായിരുന്നു അവരോട് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നടക്കാനൊക്കെ നല്ല രസമായിരുന്നു. സൗമ്യേച്ചിയുടെ കൂടെയൊക്കെ. സൗമ്യേച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ. ഞാനും കാർത്ത് സൗമ്യേച്ചിയും കൂടെയാണ് പോയത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഒന്ന് എടുക്കേണ്ടതായിരുന്നു, ചുമ്മാ എക്സ്പ്ലോർ ചെയ്ത ഒരു ഇത് കാണിക്കേണ്ട നല്ലൊരു ഭാഗമല്ലായിരുന്നു ഇന്നത്തെ ഒരു ഡേയിൽ. എനിവേ അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ടൈമെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ പോയി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം. ഞാൻ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ഐറ്റംസ് മേടിച്ചു. പക്ഷെ ഓട്സ് മാത്രം മേടിച്ചില്ല കേട്ടോ, അത് ഞാൻ മറന്നുപോയി. എന്തായാലും ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു പീനട്ട് മേടിച്ചായിരുന്നു. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. പിന്നെ ഒരു യോഗേർട്ടാണ് മേടിച്ചത്, ഫ്ലേവേർഡ്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ല ഐസ്ക്രീം ഒക്കെ കഴിക്കത്തില്ല, അതുപോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കണമായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്ത ആപ്പിൽ നിന്നായിരുന്നു എനിക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടത്. പക്ഷേ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്കത് ഒട്ടും പറ്റുന്നില്ല. എന്തോ ഒരു ബഗ്ഗോ എന്തോ ഒരു എററോ എന്തോ ആണെന്ന് എനിക്ക് ആ സമയത്ത് ഒന്നും മനസ്സിലായില്ല. ഞാൻ അതിങ്ങനെ കുറേ നേരം വീട്ടിൽ ചേച്ചിയോട് വിളിച്ചു ചോദിച്ചു. പിന്നെ ജോലിനെ വിളിച്ചാൽ കിട്ടത്തുമില്ല. പിന്നെ എന്തോ ചെയ്യണമെന്നറിയാതെ അതിൻ്റെ ഒരു ടെൻഷനിലായിപ്പോയി. എനിക്ക് എന്തോ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എന്തുവാന്ന് ഒരു പിടിയും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഡേ 4 അവസാനമായപ്പോൾ നല്ല സ്ട്രെസ്സിലൂടെയാണ് പോയത്. ഡേ 5 ആയി കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.